നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഒരുപാട് പൈസ കിടക്കുന്നുണ്ടോ? അങ്ങനെ കിടക്കുന്ന പൈസ നിങ്ങളെ ദരിദ്രനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിയാമോ? ഒരു ബാങ്കും നമ്മളോട് പറയാത്ത വലിയൊരു രഹസ്യമുണ്ട്. അതാണ് ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി. ഈ ഒരു ഒറ്റ ട്രിക്ക് വഴി നിങ്ങളുടെ സാധാരണ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയ്ക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഉയർന്ന പലിശ നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു സംശയം വരും, എന്താണ് ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ബാങ്കിംഗ് സംവിധാനമാണ്. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു നിശ്ചിത പരിധി സെറ്റ് ചെയ്യണം. ഉദാഹരണമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ത്രഷോൾഡ് ലിമിറ്റ് 25,000 രൂപയാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു 50,000 രൂപ വന്നാൽ 25,000 രൂപ ലിമിറ്റ് കഴിഞ്ഞ് ബാലൻസ് എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇതിനെ സ്വീപ്പ് ഔട്ട് എന്നാണ് വിളിക്കുക. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് പണം ആവശ്യമായി വന്നാലോ? ഒരു പേടിയും വിചാരിക്കേണ്ട. എടിഎം കാർഡ് വഴിയോ UPI വഴിയോ നിങ്ങൾ പൈസ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് FDയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ SB അക്കൗണ്ടിലേക്ക് വരികയും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിനെ സ്വീപ്പ് ഇൻ എന്നാണ് പറയാം. ഈ ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഉയർന്ന പലിശ കിട്ടും. അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയ്ക്ക് കിട്ടുന്ന ഒരു 2.5% അല്ലെങ്കിൽ 3% പലിശയ്ക്ക് പകരം ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഏതാണ്ട് 7% ഒക്കെ പലിശ ഉറപ്പുവരുത്താനായിട്ട് ഈ ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി കൊണ്ട് സാധിക്കും. 100% ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് വരെ അത് ലോക്കായി കിടക്കും. ഇവിടെ അങ്ങനെ ലോക്കായി കിടക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലാണ്ട് ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് പൈസ പിൻവലിക്കാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ മിച്ചം വരികയാണെങ്കിൽ അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ ബാങ്കിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഓൺലൈൻ ഫെസിലിറ്റി ഉപയോഗിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റേക്ക് കൺവേർട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ നിശ്ചയിച്ച പരിധിക്ക് മുകളിലുള്ള എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എന്ത് പരിപാടി വന്നാലും അതിന് അതിൻ്റെതായ ചില പോരായ്മകൾ ഉണ്ടാവുമല്ലോ. ഇതിനുണ്ട് ചില ഡിസഡ്വാൻറ്റേജസ്. ഇൻട്രസ്റ്റ് ലോസ്, അതായത് പലിശ നഷ്ടം. മിക്ക ബാങ്കുകാരും ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും ഇടയ്ക്ക് പൈസ വിഡ്രോ ചെയ്യുന്ന സമയത്ത് പലിശ ഒന്നും ഈടാക്കാറില്ല. പക്ഷെ വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എമൗണ്ട് കിടന്നുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ വിഡ്രോ ചെയ്തെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ പലിശ മാത്രമേ കിട്ടുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ അഡ്വാൻറ്റേജസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഹൈ ത്രഷോൾഡ് ലിമിറ്റ്, അതായത് ഉയർന്ന മിനിമം ബാലൻസ്. പല ബാങ്കുകളിലും ഈ ഫെസിലിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ബാലൻസ് ആയിട്ട് 25,000 രൂപയോ അതിനേക്കാൾ കൂടിയ തുകയോ നിലനിർത്തേണ്ടതായിട്ട് വരും. എല്ലാ സാധാരണക്കാർക്കും ഇങ്ങനെ വലിയൊരു എമൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആവണമെന്നില്ല. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ തുരുതുരയായിട്ട് സ്വീപ്പ് ഇൻ സ്വീപ്പ് ഔട്ട് എൻട്രികൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സ്ഥിരമായിട്ട് വലിയൊരു തുക കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി. ഇന്ന് തന്നെ നിങ്ങളുടെ ബാങ്കിന്റെ ആപ്പ് തുറന്നിട്ടോ അതല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ട് ചെന്ന് ഫോം ഫില്ല് ചെയ്തിട്ടോ ഈ ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്യാം. സാധാരണക്കാർക്കൊക്കെ ഉപകാരപ്രദമായ ഈ ഒരു അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.